പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി ഇതുപോലെയൊരു പരിപാടിയിൽ ഇസ്ലാമോഫോബിയ ഒരു വിഷയമായി തിരഞ്ഞെടുക്കുകയും അതിനെക്കുറിച്ച് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും ചെയ്തതിൽ ഇതിൻ്റെ സംഘാടകരോട് ഞാൻ നന്ദി പറയുകയാണ്. നേരത്തെ സ്വാഗതം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇസ്ലാമോഫോബിയയെക്കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നത് ചില വ്യക്തികളായി നിന്നുകൊണ്ടല്ല, മറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളും വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരൊക്കെ അടങ്ങുന്ന ഒരു കൂട്ടായ്മയുടെ അംഗമെന്ന നിലയിലാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലെ മാധ്യമരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ചില സവിശേഷമായ ചില കാരണങ്ങൾ, ഞങ്ങൾ നിരീക്ഷിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യം ഞാൻ ഇസ്ലാമോഫോബിയയെക്കുറിച്ചുള്ള ഒരു ധാരണ എന്ന നിലയിൽ ചില നിയമങ്ങൾ ഞാൻ മുന്നിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമോഫോബിക്കായിട്ടുള്ള പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നതിന് മുന്നേ തന്നെ അത് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങളോടുള്ളൊരു വെറുപ്പ് മാത്രമല്ല, അത് മുസ്ലിങ്ങളോടുള്ള വെറുപ്പിനേക്കാൾ കടന്നു നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. ആദ്യമായി ഇസ്ലാമോഫോബിയയെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മാർഗം, ഇസ്ലാമോഫോബിയ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ സ്വയം നിർണയാവകാശത്തെയും സ്വയം നിർവചനാവകാശത്തെയും നിഷേധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകബോധമുണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ചിന്തകളുണ്ട്, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, ലോകവീക്ഷണങ്ങളുണ്ട്. ഈ ലോകവീക്ഷണങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ലോകത്തോട് പറയാനും അത് വെച്ചു പുലർത്താനുള്ളൊരു അവകാശം ഏത് മനുഷ്യനുമുണ്ട്. അങ്ങനെ ആ അവകാശം മുസ്ലിങ്ങൾക്കുമുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ വെച്ച് പുലർത്താനുള്ള, അവരുടെ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്താനുള്ള, സ്വയം നിർവചിക്കാനുള്ള, സ്വന്തം ലോകബോധത്തെക്കുറിച്ച് ലോകത്തോട് സംസാരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കലാണ് ഇസ്ലാമോഫോബിയയിൽ ആദ്യം സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങൾ ധാരാളം അടങ്ങുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു വേദിയാണ്. മുസ്ലിങ്ങൾ മാത്രമുള്ളൊരു വേദിയിൽ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ സംഘടിക്കാനുള്ള അവകാശമുണ്ടോ? മുസ്ലിങ്ങൾക്ക് സംഘടിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണ് ഇസ്ലാമോഫോബിയ. ഇസ്ലാമോഫോബിയയുടെ രണ്ടാമത്തെ നിയമം, മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ഏത് തരത്തിലും സംഘടിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുകയാണെങ്കിൽ നമുക്കതിന് ഇസ്ലാമോഫോബിയ എന്ന് പറയാം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങളോടുള്ള വെറുപ്പല്ല. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ വെറുക്കാനുള്ള അവകാശമുണ്ട്. നാം ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, എൻ്റെ സീറ്റിലിരിക്കുന്ന ഒരാൾ എൻ്റെ വയറിലൊന്ന് കുത്തുന്നു, അപ്പോൾ എനിക്ക് ദേഷ്യം വരും. അയാളോട് എനിക്ക് ദേഷ്യം തോന്നാം, അയാൾക്ക് ചിലപ്പോൾ എന്നോടും ദേഷ്യം തോന്നാം. അപ്പോൾ അയാൾക്കൊരു വെറുപ്പ് തോന്നാം. ചിലപ്പോൾ അയാൾക്ക് എന്നെ പിടിച്ചില്ലെന്ന് വരും. പല കാരണങ്ങളാൽ ഒരു മനുഷ്യനെ മറ്റൊരാളെ വെറുക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ഇസ്ലാമോഫോബിയ മനുഷ്യരെ വെറുക്കുന്നതിനെ കുറിച്ച് പറയുന്നതല്ല, മറിച്ച് ഈ വെറുപ്പ് വംശീയമായ ഒരു കാരണത്താൽ ആവുമ്പോൾ നമ്മളതിന് ഇസ്ലാമോഫോബിയ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വെറുപ്പല്ല ഇസ്ലാമോഫോബിയ, മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശീയമായ വെറുപ്പാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. വംശീയതയെ നാം നിർവചിക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇസ്ലാമോഫോബിയയും മാധ്യമങ്ങളും എന്നുള്ള വിഷയത്തിലേക്ക് നാം കടന്നാൽ രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. മാധ്യമങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. ശ്രീലങ്കയിൽ നിന്ന് ഒരു നാടക സംഘം കേരളത്തിലെത്തി. അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സ്ഥലങ്ങളിൽ നാടകങ്ങൾ അവതരിപ്പിച്ചു. ഈ നാടക സംഘത്തെക്കുറിച്ച് മാതൃഭൂമിയിലെ റിപ്പോർട്ടർ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഴുതി, മാതൃഭൂമിയിൽ എഴുതി. റിപ്പോർട്ട് ഇതായിരുന്നു: LTT ബന്ധമുള്ള നാടക സംഘം കേരളത്തിൽ നാടകങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് റിപ്പോർട്ട്. എന്നിട്ട് കൂട്ടത്തിൽ എഴുതി, അങ്ങനെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്ന്. പിറ്റേ ദിവസം ഈ നാടക സംഘം നാടകം അവതരിപ്പിക്കുന്ന സ്ഥലത്തേക്ക്
ഒരു സംഘം പോലീസുകാർ എന്നിട്ട് പറഞ്ഞു, ഇതാ പത്രത്തിലൊരു റിപ്പോർട്ടുണ്ട്, നിങ്ങൾക്ക് LTTയുമായി ബന്ധമുണ്ട് എന്ന്. അവർ ഇവർക്കെതിരെ നടപടിയെടുത്തു. അതായത് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസുകാർ ഇവരെ നടപടിക്ക് ശ്രമിക്കുന്നത്. പോലീസുകാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നതാണ് പത്രം പറയുന്നത്. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. പത്രം ഒരു നുണ എഴുതിയിരിക്കുന്നു, ആ നുണ സത്യമാക്കി പോലീസുകാർ ചെന്നിരിക്കുന്നു. പിറ്റേ ദിവസം എഴുത്തുകാരനായ സക്കറിയ തിരുവനന്തപുരത്ത് ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു, ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു. സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നുണ പറയുകയാണ്. സമ്മേളനം വിളിച്ച് അദ്ദേഹം പണം കൊടുത്തിട്ടാണ് വാർത്താ സമ്മേളനം വിളിച്ചത്. തിരുവനന്തപുരത്തെ പത്രക്കാരെ മുഴുവൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ അദ്ദേഹം ചൂടായി. അദ്ദേഹം ചൂടായപ്പോൾ പത്രക്കാർ ഇറങ്ങിപ്പോയി. ഈ വിവരം എന്നോട് പറഞ്ഞത് എൻ്റെ സഹപ്രവർത്തകനായിരുന്ന തേജസ്, ഞാൻ തേജസിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. തേജസ്സിലെ ഒരു സഹപ്രവർത്തകനാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു, ഞാനും ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ നീ ഇറങ്ങിപ്പോകാൻ കാരണം? ഞാൻ മാത്രമേ ജോലി ചെയ്യുന്ന, പിന്നെ പത്രപ്രവർത്തകനായിട്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു വ്യാജ വാർത്ത. ഈ വ്യാജ വാർത്ത ആരാണ് ഉണ്ടാക്കിയത്? ഒരു പത്രം ഉണ്ടാക്കിയതാണ്. ആരെ കോട്ട് ചെയ്തുകൊണ്ട്? ഒരു പോലീസുകാരനെ കോട്ട് ചെയ്തുകൊണ്ട്. എന്നിട്ട് അത് വെച്ചുകൊണ്ട് പോലീസുകാരെ അവർ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇതാണ് വ്യാജ വാർത്ത ഒരു തമാശ. മറ്റൊരു വ്യാജ വാർത്തയിലേക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ തേജസ്സിൽ പത്രം ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ സഹപ്രവർത്തകനായിരുന്നു സിദ്ദീഖ് കാപ്പൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. സിദ്ദീഖ് കാപ്പനെ അറസ്റ്റ് ചെയ്തത് 2020-ലാണ്. അദ്ദേഹം ഹത്രസിലേക്ക് പോകുന്നതിനിടയിൽ, അദ്ദേഹം റിപ്പോർട്ടിന് പോകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റപത്രത്തിലുണ്ടായിരുന്ന ഒരു കാര്യം, SIR ഗിലാനിയെ വെടിവെച്ച് കൊന്നപ്പോൾ അദ്ദേഹം ഡൽഹിയിലെ പത്ര ഓഫീസിന് മുന്നിൽ ആളുകളെ സംഘടിപ്പിക്കുകയും പ്രതിഷേധ സമ്മേളനം നടത്തുകയും ചെയ്തു. അത് ഇപ്പോഴും കുറ്റപത്രത്തിലുണ്ട്. മിനിഞ്ഞാന്ന് ഞാൻ സിദ്ദീഖ് കാപ്പൻ്റെ ഭാര്യ കണ്ടിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പോഴും കുറ്റപത്രത്തിൽ അതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇപ്പോഴും കുറ്റപത്രത്തിൽ അതുണ്ട്. ഇവിടെ ഞാനത് പറയാൻ എന്താണ് കാരണം? SIR ഗിലാനി എന്ന് പറയുന്ന പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി ചേർക്കപ്പെടുകയും പിന്നീട് വിട്ടയക്കപ്പെടുകയും ചെയ്ത ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ വെടിവെച്ച് കൊല്ലപ്പെട്ടിട്ടില്ല. അദ്ദേഹം വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചതാണ്. അതായത് ഇന്ത്യയിലെ സുപ്രീം കോടതി പരിശോധിച്ച ഒരു കേസിൽ ഒരു വ്യാജ വാർത്തയാണ് കിടക്കുന്നത്. എങ്ങനെയുള്ള വ്യാജ വാർത്ത? ഒരു ഇന്റർവ്യൂവിൽ സിദ്ദീഖ് കാപ്പൻ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിളിൽ നിന്ന് തെരഞ്ഞു നോക്കിയാൽ SIR ഗിലാനി എങ്ങനെയാണ് മരിച്ചതെന്ന് പത്രക്കാർക്കും മനസ്സിലാവും, പോലീസുകാർക്കും മനസ്സിലാവും, ഇതിൽ വിധി പറയാനിരിക്കുന്ന ജഡ്ജിമാർക്കും മനസ്സിലാവും. പക്ഷെ വ്യാജ വാർത്ത പത്രം എഴുതിയിരിക്കുന്നു, പോലീസുകാർ എഴുതിയിരിക്കുന്നു, കോടതികളും എഴുതിയിരിക്കുന്നു. ഇതാണ് വ്യാജ വാർത്തകളെ കുറിച്ചുള്ള വലിയൊരു തമാശ. ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ 2 സംഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. എന്താണ് അപ്പോൾ വ്യാജ വാർത്തകൾ? നമുക്കറിയാം, ഏതൊരു പത്രപ്രവർത്തകനും അറിയാവുന്നൊരു കാര്യം, വ്യാജ വാർത്തകൾ 2 തരത്തിലാണ്. ഏത് വ്യാജ വാർത്തയിൽ 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ബോധപൂർവമല്ലാത്ത തെറ്റുകളാണ്. അതിൽ സാധാരണ ആളുകൾ മിസ്ഇൻഫോർമേഷൻ എന്നാണ് പറയുന്നത്. ബോധപൂർവമല്ലാത്ത തെറ്റുകളാണ്. എല്ലാ തെറ്റുകളും ബോധപൂർവമല്ല. ഞാനൊരു പത്രക്കാരനാണ്. ഞാൻ നിരവധി തെറ്റുകൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ, പത്രപ്രവർത്തന ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ തെറ്റുകൾ വരുത്തുമ്പോൾ അത് ബോധപൂർവമല്ലെങ്കിൽ അതൊരു മിസ്ഇൻഫോർമേഷനാണ്. ഞാനൊരു തെറ്റായ വാർത്ത നിങ്ങൾക്ക് തരികയാണ്. അങ്ങനെ മിസ്ഇൻഫോർമേഷൻ ഒരു പത്രപ്രവർത്തകൻ്റെ എല്ലാ പത്രപ്രവർത്തകരുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ പുതിയ കാലത്തിൻ്റെ പ്രത്യേകത മിസ്ഇൻഫോർമേഷൻ അല്ല, അത് ഡിസ്ഇൻഫോർമേഷനാണ്. അതായത് ഇപ്പോൾ നാം വരുത്തുന്ന തെറ്റുകൾ ബോധപൂർവം വരുത്തുന്നതാണ്. നാം തെറ്റ് വരുത്താൻ വേണ്ടി വരുത്തുന്ന തെറ്റുകളാണ്. നമുക്കറിയാം അത് തെറ്റാണെന്ന്. അപ്പോൾ നാം തെറ്റുകൾ നിരന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തെറ്റുകളുടെ ഒരു വലിയ വിവരശേഖരത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് നമ്മളുടെ ഘടനാപരമായ, ഇന്നത്തെ മാധ്യമങ്ങളുടെ ഒരു ഘടനാപരമായ പ്രശ്നമാണ്. നമ്മുടെ മാത്രമല്ല. നാം നോക്കുക, ഇന്ത്യയിൽ ഇന്ന് ലോകത്തിലെ വ്യാജ വാർത്തകളുടെ കേന്ദ്രമാണ് ഇന്ത്യ. കഴിഞ്ഞ ട്രംപിൻ്റെ കാലത്ത് മറ്റൊരു കേന്ദ്രമാണ് അമേരിക്ക. ട്രംപിൻ്റെ കാലത്ത്, കഴിഞ്ഞ ടേമിൽ ട്രംപ് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ദിവസം 20 നുണ പറയും. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പരിശോധിച്ച ആളുകൾ പറഞ്ഞത് അദ്ദേഹം 30,000-ൽ കൂടുതൽ നുണകൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത്. അപ്പോൾ ആളുകൾ മനസ്സിലാക്കിയത് 20 മുതൽ 21 നുണകൾ വരെ അദ്ദേഹം പറയുന്നുണ്ടെന്നാണ് ഒരു ദിവസം.
2014 ശേഷം നാം വീണ്ടും നുണകൾ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയാണ് ലോകത്തിൻ്റെ വ്യാജ വാർത്തകളുടെ കേന്ദ്രം. ആഗോള ശരാശരി 57% നിൽക്കുമ്പോൾ ഇന്ത്യ 64% നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യാജ വാർത്തകളിലെ ഇന്ത്യ ഇന്ന് 64% എത്തി നിൽക്കുകയാണ്. അപ്പം നാം വിചാരിക്കും, ഈ 64% എത്തി നിൽക്കുന്ന ഇന്ത്യ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അതിൽ പല രീതികളിലാണ്. പക്ഷേ ഇതിൽ ഏറ്റവും സങ്കടകരമായൊരു കാര്യം, നമ്മളുടെ മുഖ്യധാരാ മാധ്യമങ്ങളും ഇപ്പോൾ വ്യാജ വാർത്തകളുടെ കേന്ദ്രങ്ങളാണെന്നാണ്. സോഷ്യൽ മീഡിയയുടെ കാലം വന്നതിന് ശേഷം ആണ് ഈ വ്യാജ വാർത്തകളുടെ എണ്ണം വളരെയേറെ വർദ്ധിക്കാനിടയായത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും നമ്മളുടെ മേഖലയിൽ പോലും നമ്മളുടെ സാധാരണ പത്രങ്ങൾ പോലും വ്യാജ വാർത്തകളുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. 1755 കേരളത്തിലെ അവസാനത്തെ മാമാങ്കം നടക്കുന്നത്. 1755 ബ്രിട്ടീഷുകാർ കേരളത്തിൽ വന്ന് അവരുടെ അധികാരം സ്ഥാപിക്കുന്നത് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചതിന് ശേഷമാണ്. അത് 1792 അപ്പോൾ 1755 മാമാങ്കം കഴിയുന്നു. 1792 ബ്രിട്ടീഷുകാർ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു, തുടങ്ങുന്നേയുള്ളൂ. 1800-കളിലാകുമ്പോഴൊക്കെയാണ് അവരൊരു അധികാര കേന്ദ്രത്തിലെത്തുന്നത്. ഈ വരുന്ന 19-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന നമ്മുടെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹോത്സവം, അതാണ് അതിൻ്റെ പേര്. ഈ കുംഭമേള എന്നവർ വിശേഷിപ്പിക്കുന്ന ഈ സംഗതിയിൽ അവർ പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു സമ്മേളനത്തെ ബ്രിട്ടീഷുകാർ നിരോധിച്ചു എന്നാണ്. 1755 നടന്ന അവസാനത്തെ കുംഭമേള നിരോധിച്ചത് ആരാണ്? 1800-കളിൽ ഇവിടെ അധികാരം സ്ഥാപിച്ച ബ്രിട്ടീഷുകാരാണ്. ഇങ്ങനെയാണ് നുണകൾ പ്രചരിപ്പിക്കുന്നത്. നുണകളുടെ പ്രത്യേകത, പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഹിന്ദുത്വ നുണകളുടേതായിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നുണകളുടെ ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പത്രപ്രവർത്തനത്തിൻ്റെ മേഖലയിൽ മാത്രമാണെന്ന് കരുതരുത്. ഇന്ത്യയുടെ IMF-ന്റെ, നമുക്കറിയാം, എല്ലാ രാജ്യങ്ങളും IMF-നെ പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ അവർ ലോക രാജ്യങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ഡാറ്റ സ്വീകരിക്കാറുണ്ട്. ഉദാഹരണം, GDP-യെ കുറിച്ചൊരു ഡാറ്റ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോഷകാഹാരങ്ങളെ കുറിച്ചുള്ള ഡാറ്റ, അങ്ങനെ പലതരത്തിലുള്ള ഡാറ്റ അവർ ശേഖരിക്കാറുണ്ട്. അവർ ഡാറ്റയുടെ ക്വാളിറ്റി പരിശോധിക്കാറുണ്ട്. അതായത് ഡാറ്റയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവണം. നാം ഒരു ഡാറ്റ കൊടുക്കുന്നു, ഒരു സർക്കാർ ഒരു ഡാറ്റ കൊടുക്കുന്നു, ഈ ഡാറ്റയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവണം. ക്വാളിറ്റി എന്ന് പറയുന്നത്, അങ്ങനെ അവർ 4 ഡാറ്റയുടെ ക്വാളിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്: ABCD. ഇന്ന് ഇന്ത്യയുടെ ഡാറ്റയുടെ ക്വാളിറ്റിയുടെ സ്ഥാനം C ആണ്. ലോകത്തിലെ ഏറ്റവും മോശം രാജ്യങ്ങളോടൊപ്പമാണ് ഏറ്റവും ഭരണപരമായ യാതൊന്നും മോശം ഞാൻ ഉദ്ദേശിക്കുന്നത് ഭരണപരമായ ഒരു കാര്യവും നടക്കാത്ത, ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ എന്താണോ സ്ഥിതി, അതേ സ്ഥിതിയിലാണ് നമ്മുടെ ഡാറ്റ നിൽക്കുന്നത്. അപ്പോൾ ഇത് മാധ്യമങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യം മാത്രമല്ല, നുണകൾ എന്ന് പറയുന്നത് നമ്മളുടെ ഭരണ നിർവഹണ രംഗത്തെയും നുണകൾ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പോഷകാഹാരക്കുറവിനെ കുറിച്ച് 2015 ഇന്ത്യ ഗവൺമെന്റ് ഒരു അന്താരാഷ്ട്ര ഏജൻസിക്ക് ഒരു കണക്ക് കൊടുത്തു. ഇന്ത്യയിലെ അന്താരാഷ്ട്ര ഏജൻസിയോട് പറഞ്ഞു, ഇന്ത്യയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്, കുറഞ്ഞിരിക്കുന്നു. അവർ നോക്കുമ്പോൾ ഈ കണക്കിൽ ചില എണ്ണങ്ങൾ മാത്രമാണുള്ളത്. ഏത് ജില്ലയിൽ, ഏത് പദ്ധതിയുടെ ഭാഗമായിട്ട്, എങ്ങനെയാണ്, ഏത് തരത്തിൽ, ഒരു കണക്ക് കൊടുക്കുമ്പോൾ പലതരത്തിലുള്ള അതിനെ ആസ്പദമാക്കുന്ന, അതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന നിരവധി കണക്കുകൾ ഉണ്ടാവണം. ഈ കണക്കുകളൊന്നും അതിലില്ല. ഈ കണക്കുകളൊന്നും ഇല്ലാത്ത, യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത ഒരു കണക്കാണ് അവർ കൊടുത്തത്. അത് ഒട്ടും വിശ്വാസ്യത ഇല്ലാത്ത കണക്കുകൾ. അപ്പോൾ രാജ്യത്ത് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാധ്യമ പ്രവർത്തനത്തിൽ മാത്രമായിട്ട് ഒരു ഫേക്ക് ന്യൂസോ ഒരു വ്യാജ വാർത്തകളോ വ്യാജ വിവരങ്ങളോ ഉണ്ടാവില്ല. മറിച്ച് ഇതൊരു ഇക്കോ സിസ്റ്റമാണ്. എന്ത് തരം ഇക്കോ സിസ്റ്റമാണ്? വ്യാജങ്ങളുടേതായ ഒരു ഇക്കോ സിസ്റ്റം. മറ്റൊരു തരത്തിൽ നമുക്ക് ഈ വ്യാജ വാർത്തകളെ പരിശോധിക്കാം. സത്യത്തിൽ വ്യാജ വാർത്തകളെ കൊണ്ട് ഉദ്ദേശം എന്താണ്? വ്യാജ വാർത്തകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരീക്ഷിക്കപ്പെട്ടുള്ളത് അത് തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. വ്യാജ വാർത്തകൾ ഒരു ഉദ്ദേശമുണ്ട്. നാം കരുതുന്നത് പോലെ വെറുതെ നുണകൾ പറയലല്ല അത്. മറിച്ച്
ഇന്ത്യയിലെ വ്യാജ വാർത്തകൾ തീവ്ര ദേശീയ സ്വഭാവത്തിലുള്ള വ്യാജ വാർത്തകളാണ്. ഇന്ത്യയിലെ എല്ലാ വ്യാജ വാർത്തകളും തീവ്ര ദേശീയ സ്വഭാവമുള്ള വ്യാജ വാർത്തകളാണ്. ഇതിൽ തന്നെ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള വ്യാജ വാർത്തകളാണ് ഇന്ത്യയിലെ മാധ്യമ രംഗത്ത് ഇന്നുള്ളതെന്നാണ്. അതിൻ്റെ കണക്കുകൾ BBC അതിൻ്റെ കണക്കുകൾ എടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ സംഘടനകൾ അതിൻ്റെ കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, തീവ്ര ദേശീയതയ്ക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന കണക്കുകളാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നാണ്. നമുക്കറിയാം, നമ്മുടെ മാധ്യമങ്ങളെ പരിശോധിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ മാധ്യമങ്ങളെ പരിശോധിച്ച് എങ്ങനെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ മാധ്യമ വാർത്തകൾ തയ്യാറാക്കുന്നത്. നമ്മുടെ മാധ്യമ വാർത്തകളെ കുറിച്ച് പരിശോധിച്ചാൽ ആദ്യം നമുക്ക് മനസ്സിലാവുന്നത് അത് പ്രധാനമായും വളരെ സെൻസേഷണൽ മാധ്യമ പ്രവർത്തനമാണ്. സെൻസേഷനിലാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം. നാം ഒരു പ്രശ്നത്തെ മനസ്സിലാക്കുന്നത് സെൻസേഷനലായിട്ടാണ്. ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ ഗവേഷണം നടത്തി, ഒരുപാട് തരത്തിലുള്ള അന്വേഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ അത് 4 പേരാണ് കാണുക, അല്ലെങ്കിൽ 5 പേരാണ് കാണാം. തീർച്ചയായും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയും. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ ജനങ്ങൾ അറിയണമെന്ന് കരുതുന്ന പ്രധാനപ്പെട്ട വാർത്തകളൊന്നും അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ റീച്ച് വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സെൻസേഷനിലായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് വ്യാജ വാർത്തകളുടെ അല്ലെങ്കിൽ ഇന്നത്തെ വാർത്താ അവതരണങ്ങളുടെ ഒരു ശൈലി. മറ്റൊരു ശൈലി ഇത് മതപരമായ വേർതിരിവുകളോടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മതപരമായ വേർതിരിവുകളോടെ അവതരിപ്പിക്കുക. അതായത് ഓരോ വിവരങ്ങളെയും ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ക്രൈസ്തവ എന്ന രീതിയിൽ വേർതിരിച്ച് അങ്ങനെ വേർതിരിക്കേണ്ടതില്ലാത്തിടത്ത് പോലും അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് മാധ്യമ വാർത്തകളുടെ മറ്റൊരു രീതി. മറ്റൊന്ന്, ഞാൻ ആദ്യമായി തേജസ്സിൽ ജോലിക്ക് ചെന്ന സമയത്ത്, അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്, എൻ്റെ എഡിറ്ററായിരുന്ന ഒരാൾ, പ്രൊഫസർ പി കോയ, നിങ്ങൾ പലർക്കും അറിയുന്ന ആളായിരിക്കും അദ്ദേഹം എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ പൊളിറ്റിക്കലി ലോഡഡ് ആയിട്ടുള്ള വാർത്തകൾ എഴുതാറില്ല എന്നാണ്. ഞാൻ കുറേ കാലങ്ങളായി രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, മാധ്യമ പ്രവർത്തകനായിരുന്നില്ല. സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പത്രത്തിൽ ജോലിക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനോട് സംസാരിക്കുന്ന പോലെയാണ് എന്നോട് സംസാരിച്ച്. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ പൊളിറ്റിക്കലായി ലോഡഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? നോക്ക്, നമുക്ക് സാധാരണഗതിയിൽ ഒരു വിവാഹത്തെ ലവ് ജിഹാദ് എന്ന് വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നാം വിവാഹങ്ങൾ ഒരു മുസ്ലിമും ഒരു ക്രൈസ്തവനുമാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിമും ഒരു ഹിന്ദുവുമാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നാം അതിനെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ടേമിനുള്ളിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. അതൊരു പൊളിറ്റിക്കലി ലോഡഡ് ആയിട്ടുള്ള ഒരു അവതരണ രീതിയാണ്. നമുക്കല്ലാതെ ഈ വാർത്തകൾ അവതരിപ്പിക്കാൻ കഴിയും. പക്ഷേ നമ്മളുടെ വാർത്താവതരണ രീതിയിൽ പൊളിറ്റിക്കലി ലോഡഡ് ആയിട്ടുള്ള ഒരു അവതരണ രീതി കടന്നു വന്നിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു രീതിയാണ് ലവ് ജിഹാദിന് പകരം, അതുപോലെ തന്നെ ആക്സിഡന്റ് ജിഹാദ്. ഞങ്ങൾ ഈ ഒരുപാട് തരത്തിലുള്ള കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് കേരളത്തിൽ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കാറുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളായിട്ടുള്ള സുഹൃത്തുക്കൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ദിനംപ്രതി ഓരോ ദിവസവും പുതിയ പുതിയ വാക്കുകളിലൂടെയാണ് അവർ കേരളത്തിലെ മാധ്യമ രംഗത്തുള്ള, പ്രത്യേകിച്ചും ഹിന്ദുത്വരായിട്ടുള്ള മാധ്യമങ്ങൾ, ഹിന്ദുത്വ താല്പര്യം പുലർത്തുന്ന മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കലി ലോഡഡ് ആയിട്ടുള്ള വാർത്തകൾ അവതരിപ്പിക്കുക എന്ന രീതിയും കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്. ഇങ്ങനെ മാധ്യമ രംഗം പൊളിറ്റിക്കലി ലോഡഡ് ആയിട്ടുള്ള വാർത്തകൾ അവതരിപ്പിച്ചുകൊണ്ട്, പലതരത്തിലുള്ള വിവേചനങ്ങളിലൂടെ അവതരിപ്പിച്ചുകൊണ്ട്, നുണകൾ അവതരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന രീതിയാണെന്ന് ഇന്ന് നാം മാധ്യമരംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ മാധ്യമങ്ങളുണ്ട്, ഒരുപക്ഷെ അതിനോട് തോറ്റുകൊടുത്തിട്ടുള്ള മാധ്യമങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യാജ വാർത്തകളുടെ ഒരു ഇക്കോസിസ്റ്റത്തിനുള്ളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യാജ വാർത്തകളുടെ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഡാറ്റകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, ഡാറ്റകളാണ് പ്രധാനം. ഇന്നത്തെ കഴിഞ്ഞ കാലത്തിൽ നിന്നും ഈ കാലത്തിൽ നിന്നും പ്രധാനപ്പെട്ട വ്യത്യാസം ഡാറ്റയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്കറിയാം, വോട്ട് ചോരിയെ കുറിച്ച് അറിയാം. സാധാരണ ബോഫോസ് കേസൊക്കെ വരുന്ന സമയത്ത് അത് ഒരു പത്രമാണ് ഈ സംഭവങ്ങൾ കൊണ്ടുവരുന്നത്, ഒരു പത്രമാണ് അതൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇന്ന് ഡാറ്റ എന്ന് പറയുന്നത് സർക്കാരുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കാലമായതുകൊണ്ട്
ഡാറ്റ കൃത്യതയുള്ള ഡാറ്റ ലഭ്യമല്ല. അപ്പോൾ സർക്കാരുകൾക്ക് മാധ്യമങ്ങൾക്ക് പുറമെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ നേരിട്ടിറങ്ങുകയും അതിൽ പ്രവർത്തിച്ചതിന് ശേഷം വിവരങ്ങൾ എടുക്കേണ്ട അവസ്ഥയാണുള്ളത്. ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം 6 മാസത്തോളം 40ഓളം വരുന്ന ആളുകളെ വെച്ച് പരിശോധിച്ചിട്ടാണ് ഇന്ന് നാം വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്ത് അതിന് വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പൊ അത്രമാത്രം ഡാറ്റകൾ നമ്മുടെ സമൂഹത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൃത്യതയോടുള്ള ഡാറ്റ പുറത്തു കൊണ്ടുവരികയും അത് മാനിപ്പുലേറ്റ് ചെയ്യുന്ന സർക്കാരുകളെ വരച്ച വരയിൽ നിർത്താനും അതിനെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അത് കണ്ണിൽ നിന്ന് നടിക്കുന്ന മാധ്യമങ്ങളെ ചോദ്യം ചെയ്യാനും ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമോഫോബിയയെക്കുറിച്ചുള്ള ചർച്ചകളിൽ മാധ്യമങ്ങളുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇനി തുടർ ചർച്ചകൾ നടത്താൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ആമുഖമായി പറയുകയാണ്. നിരവധി എൻ്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഇവിടെ ഇനി പ്രസംഗിക്കാനുണ്ട്. കൂടുതൽ അത് വെളിച്ചം വീശും ഞാൻ കരുതുന്നെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു അവസരം തന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. തുടർ ചർച്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.